Loki feeling like a king already. Padavetti പിടിക്കാടി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എണീച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മളിപ്പോൾ അപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് ഗൈസ്. നല്ലൊരു ഉറക്കം കഴിഞ്ഞു ഗൈസ്. നമ്മൾ അപ്പാർട്ട്മെൻറ്റ് ഇപ്പം നമ്മൾ ഡേറ്റ് ഒന്ന് നോക്കട്ടെ ഗൈസ്. നമുക്ക് ഡേറ്റ് ഇന്ന് 18 ഗൈസ്. അങ്ങനെ വെച്ചാൽ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. എൻ്റെ ഒറിജിനലായിട്ട് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. അപ്പോൾ ഏതായാലും നമ്മൾ അപ്പം അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു സർപ്രൈസ് അവിടെ പാർക്ക് ചെയ്തിട്ടെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. അവിടെ ഉണ്ട് പറഞ്ഞിട്ട് നമുക്കൊന്ന് പോയി നോക്കണം. ഒരു കീ ഉണ്ട് ഇനി ഗൈസ്. കീ എടുക്കാൻ മറന്നു. എന്ത് അവസ്ഥയാണ്. വേഗം പോയി കീ എടുക്കട്ടെ. ഒരു വണ്ടിയുടെ കീ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഏതായാലും അവിടെ കീ ഉണ്ട്. നമുക്കെല്ലാം കീ എടുത്തിട്ടുണ്ട്. എല്ലാം നമുക്ക് ഡോറൊക്കെ പൂട്ടിയിട്ടുണ്ട്. നമുക്ക് നേരെ പോവാണ് കീ എടുത്തുകൊണ്ട്. അതുപോലെ തന്നെ ഗൈസ്, ഇന്ന് നമ്മളൊരു കിടിലം വണ്ടി എടുക്കണ്ടിട്ട് സ്വന്തം പൈസക്ക്. അപ്പോൾ സ്വന്തം പൈസക്ക് എടുത്തൊരു വണ്ടിയാണ്. വണ്ടിൻ്റെ മോനെ, ഇത് നമ്മൾ സുബാറാണ് കേട്ടോ ഗൈസ്. എൻ്റെ മോനെ വെറുതെ കീ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു സംശയം തോന്നിയിട്ടുണ്ട്. കീ എടോ കണ്ട് മറന്ന പോലെ തോന്നിയിട്ടുണ്ട് ഗൈസ്. അല്ല, നമുക്ക് വണ്ടീൻ്റെ ഉള്ളിൽ വണ്ടി കയറിയിട്ടുള്ളൂ. അപ്പത്തേന് വണ്ടി അനങ്ങുന്നുണ്ട്. ഏതായാലും നമുക്ക് ഇൻറ്റീരിയറൊന്ന് നോക്കട്ടെ. ഊറ്റോ മോനെ, എന്തെങ്കിലുമൊക്കെ വിചാരിച്ചിട്ടുണ്ടാവില്ല ഗൈസ് ഈ ഒരു ബൈക്ക് കിട്ടാൻ. ഏതായാലും നമുക്ക് നേരെ വിടുകയാണ്. നമ്മൾ നേരെ വിടുന്ന എങ്ങോട്ടാന്ന് ചോദിച്ചാൽ ഗരേജിനാണ് കേട്ടോ ഗൈസ്. വണ്ടികളൊക്കെ അവിടെ അല്ലേ. അപ്പോൾ ഗരേജ് പോയിട്ട് വണ്ടിയൊക്കെ എടുത്ത് വരാം ഗൈസ്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഈ വണ്ടിക്ക് എന്തോ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. സംഭവം വേറെ എന്തല്ല ഗൈസ്. ഇതിപ്പോൾ ഒറിജിനൽ എൻജിനല്ല കേട്ടോ ഗൈസ്. ഇതിൽ വെച്ചത് 1 ലാഖിൻ്റെ നല്ല രീതിയിൽ HP എൻജിനാണ് കേട്ടോ ഗൈസ് ഈ വണ്ടിക്ക് വെച്ചേക്കുന്നത്. സംഭവം നമുക്ക് ഒരു ഗിഫ്റ്റ് ഒരു വണ്ടി തന്നെയാണ് കേട്ടോ ഗൈസ്. നമ്മൾ എടുത്ത് വാങ്ങിച്ചൊന്നല്ല, ശരിയൊക്കെ ഗിഫ്റ്റ് കിട്ടിയ വണ്ടി തന്നെയാണ് കേട്ടോ ഗൈസ്. അപ്പം ആൾക്കാരെ നമുക്ക് ഗിഫ്റ്റ് ചെയ്ത് തന്ന വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ പെട്രോൾ വെച്ചാൽ എപ്പോഴും നമ്മളിങ്ങനെ ഓടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ രാവിലെ പെട്രോൾ അടിച്ചാന്ന് അപ്പം പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ പെട്രോൾ അപ്പത്തും തീരുന്നത്. അപ്പം എടുക്കുന്ന വണ്ടി ഓടിച്ചാലൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇത്ര പെട്ടെന്ന് പെട്രോൾ തീരും. നമ്മളിവിടെ എത്തിന്ന് പെട്രോൾ പമ്പിട്ട് നോക്കണം ഗൈസ്. അപ്പോൾ ഗൈസ് കുറച്ച് മാറിയിട്ടായിരുന്നു പെട്രോൾ പമ്പുണ്ടായി. അപ്പം കുറച്ച് മാറി ഞങ്ങൾ വന്ന് പെട്രോൾ പമ്പ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടേനി. അപ്പോൾ കുറച്ച് ദൂരം നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇത് ഫുൾ ടാങ്ക് എടുത്തിട്ട് കാര്യമില്ല. ഇതിന് തീരെ മൈലേജ് നമ്പർ പ്ലേറ്റ്. അപ്പോൾ നമ്പർ പ്ലേറ്റ് ഒക്കെ മറന്നു ഗൈസ്. എന്ത് ചെയ്യാനാണ്, ഫുൾ ടാങ്ക് അതിൻ്റെ നമുക്ക് നേരെ നമുക്ക് പോകുന്ന ടോപ്പിക് വന്ന മാപ്പിലേക്കാണ്. അവിടെ പോയിട്ട് ഞാൻ ഒന്ന് എടുക്കാൻ പോകുന്ന ഒരു വണ്ടി ഉണ്ട് ഗൈസ്. അപ്പം നമ്മൾ വന്നിട്ട് എടുക്കുന്ന വണ്ടിയല്ല, എല്ലാവരും കൂടി നമുക്ക് എടുത്തിരുന്ന ഒരു വണ്ടി കൂടിയാണ് ഗൈസ്. ബർത്ത്ഡേ ആയിട്ട് ഫസ്റ്റ് വണ്ടി നമ്മൾ എടുക്കാൻ പോവാണ്. ഏതായാലും അവിടെ ഉണ്ട് വണ്ടി. നമ്മൾ പോലും അറിഞ്ഞില്ല കേട്ടോ ഏതാ വണ്ടി പോലും. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. സബ്സ്ക്രൈബേഴ്സ് മച്ചാന് നമുക്ക് $1000 ഫ്രീ ആയിട്ട് തന്ന ഒരു കാറിൽ എടുത്താണ് ഗൈസ് നമ്മൾ പോകാൻ പോണേ. ഏതായാലും മച്ചാന് $1000 കിട്ടണം തോന്നിയിട്ട് ഗൈസ്. അതായത് നമ്മൾ $1000 കാർ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വണ്ടി കൊണ്ടാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത് ഗൈസ്. എൻ്റെ ഫസ്റ്റ് ഫ്രീ ആയിട്ട് കിട്ടിയ കാറാണ് കേട്ടോ. നമുക്കൊരു വണ്ടി ഗവൺമെൻറ് തരാൻ വേണ്ടി പിന്നെ കിട്ടിയില്ല. പിന്നെ നല്ല റേറ്റ് ഗൈസ്. നമുക്ക് വെയിറ്റ് ഞാൻ റൂമ് കയറിയിട്ടുണ്ടായിരുന്നു. നല്ല സപ്പോർട്ട് ചെയ്തു എല്ലാവരും. ഒക്കെ ഹാപ്പി ബർത്ത്ഡേ ടു യു വീട്ടിൽ ഗൈസ്. അപ്പം നമുക്ക് നേരെ ടോപ്പിക്കിലെത്താം. ടോപ്പിക്കിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ കാറ് എന്ന് പറഞ്ഞിട്ട് ഈ വീട്ടിലാണ്. അപ്പോൾ വണ്ടി ഇവിടെ കാണില്ലല്ലോ ഗൈസ്.
അപ്പോൾ നമുക്ക് വണ്ടി നോക്കിക്കാട്ടാൻ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വെച്ചാൽ 1,000 ഫ്രീ ആയിട്ട് തന്ന കാർ കേട്ടോ ഗൈസ്. ഇത് ഇന്ത്യൻ മാർക്കറ്റിൽ പോയത് ഗൈസ് അപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ഇന്ത്യൻ മാപ്പിൽ ഇന്ത്യ എടുക്കുക, എന്നിട്ട് റൂം ആരെങ്കിലുമൊക്കെ ഇട്ടുണ്ടാവും ഗൈസ്. ഇപ്പോൾ സിറ്റി 1 ഇട്ടാൽ ഫ്രീ ആയിട്ട് നമുക്കിങ്ങനെ ഓരോരോ കാർസ് ഇങ്ങനെ കൊടുക്കുന്നുണ്ടാവും. ഇപ്പോഴും അതിനനുസരിച്ചുള്ള പ്രൈസിനായിക്കോട്ടെ കൊടുക്കുക. 1 ലാഖിനൊക്കെ കൊടുക്കുന്ന വണ്ടിയൊക്കെ ഉണ്ടാവും ഗൈസ്. അതിനോട് നല്ല കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങോട്ട് കയറണ്ട. അപ്പോൾ വണ്ടി പ്രാന്താണ് കേട്ടോ ഗൈസ്. ഇവിടെ ഡിസൈനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് വണ്ടി കാണാൻ പോവാം. ഇപ്പോൾ ഗൈസ് അങ്ങനെ നമ്മളിവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് അപ്പം ഈ ഒരു വീട്ടിലല്ല വണ്ടി കിടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നേരം വണ്ടി അങ്ങോട്ട് ഇറക്കുക. നല്ല ഈ ഒരു ഏരിയ പുതിയ അപ്ഡേറ്റ് വന്നാണ്. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമായിരുന്നു ഗൈസ്. അപ്പം അവർക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് നിൽക്കാൻ വേണ്ടി. അപ്പം ബീച്ചൊക്കെ ഉണ്ട്, നമുക്ക് എല്ലാം ബീച്ചുകാർക്കൊക്കെ കണ്ടിട്ട് മോനെ നല്ല ലെവലാണ്. പക്ഷെ നമ്മളെ വണ്ടി ബീച്ചുകാർക്കല്ല, അതൊരു സബ്സ്ക്രൈബേഴ്സ് തന്നൊരു വണ്ടിയാണ് ഗൈസ്. അതിൻ്റെ ഒരു വാല്യൂ കൊടുക്കണ്ട ഗൈസ്. അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ വണ്ടി ഉറപ്പിച്ചില്ല. അതായത് എൻ്റെ കയ്യിൽ നിന്ന് പോയൊരു വണ്ടിയായിരുന്നു ഗൈസ് ഈ വണ്ടി. കാരണം നിങ്ങൾക്ക് അതിൻ്റെ ഫസ്റ്റ് CPM വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ കാണാം. ഇങ്ങനത്തെ അപ്പാപ്പൻ തന്ന ഒരു വണ്ടി. അപ്പം കണ്ട് അറിഞ്ഞ് തന്ന പോലെയാണ് കേട്ടോ ഗൈസ് ഈ വണ്ടി. ചില വണ്ടി ഇടിച്ചത് നല്ല നമുക്ക് വണ്ടിയൊക്കെ നന്നാക്കാമല്ലോ. പക്ഷേ ഈ വണ്ടി സ്റ്റോക്ക് എൻജിനിലാണ് ഈ സൗണ്ട് ഇറ്റ മോനെ വേറെ ലെവലിൽ തന്നെ. അപ്പോൾ നമ്മളെ സൂബാറോൻ്റെ സൗണ്ട് എന്ന് വെച്ചാൽ കിടില സൗണ്ടാണ് കേട്ടോ സ്റ്റോക്കിൽ. അപ്പോൾ നമ്മൾ എൻജിന് 1 ലാഖിൻ്റെ എൻജിൻ വെച്ചാണ്. അപ്പോഴാണ് ആ സൗണ്ട് ഒന്ന് ജസ്റ്റ് ചേഞ്ച് ആയത് കേട്ടോ ഗൈസ്. അല്ലെങ്കിൽ കിടില സൗണ്ടാണ് ഗൈസ്. ഞാൻ കാണിച്ചു തരാം. അപ്പം ഇവിടെ നമുക്ക് പുത്തൻ വണ്ടി ഉണ്ട് ഗൈസ്. ഏതാണെന്നൊന്നും അറിഞ്ഞില്ല. അപ്പം നമുക്ക് നേരെ പോകണം ഗൈസ്. വേഗം പോയിട്ടൊന്ന് കാണാം. അപ്പം ഈ ഒരു വീടിൻ്റെ സൈഡിലാണെന്നാണ് പറഞ്ഞത്. അപ്പം വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് പോയെന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ കാണില്ലല്ലോ. ഒരു പോളോ GT വന്നു. ഇനി അതങ്ങനെയാണ്. ഏതായാലും ഗൈസ് നമുക്ക് വണ്ടി ബാക്ക് അവിടെ പാർക്ക് ചെയ്യാം. വേണ്ട, ഈ ഒരു സൈഡിലേക്ക് പാർക്ക് ചെയ്തില്ല. ഇവിടെ ഇരിക്കണം. ഇവിടെ BM എടുക്കുന്നുണ്ട് ഗൈസ്. മോനെ BM ഈ വണ്ടിയാണ് ഫുള്ള് ഇടിയോടി. അപ്പോൾ ഏതായാലും ഇവിടെ ഒരു BM എടുക്കുന്നുണ്ട്. അപ്പോൾ BMൻ്റെ അടുത്തായിട്ട് തന്നെ പാർക്ക് ചെയ്യാം. അപ്പോൾ ഈ മാപ്പും ലൊക്കേറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ നമ്മളെ കൈ ഗരേജിന് ഇപ്പം ചോദിച്ചാൽ അത്യാവശ്യം കാർസ് ഉണ്ട്. നമ്മൾ ഈ വീഡിയോ കണ്ടാണ്ട് ഇറക്കുന്ന കുറച്ച് കാർസൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ഗിഫ്റ്റായിട്ട് കിട്ടുന്ന ഒരുപാട് കാർസ് ഉണ്ട്. അപ്പം നമുക്ക് ഏതായാലും വണ്ടി എടുക്കാം. BMൻ്റെ മോനെ നമ്മളെ ഫ്രണ്ട് മച്ചാൻ വന്ന് ഈ വണ്ടി കൊണ്ടുപോകുന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് വണ്ടി തന്നെ വിളിക്കാം. നോക്കിയേക്കേനി ഇപ്പോൾ നമ്മളെ സെവിക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇങ്ങനെ ഒരു വണ്ടിയാവുമെന്ന്. അപ്പം നമ്മളെ വണ്ടി അവിടെ കൊണ്ടുപോയി നമ്മളെ ബ്രോ പാർക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടിന് വീട്ടിൻ്റെ ഉള്ളിൽ കിട്ടുമോനെ ഒരു സെയിം വണ്ടിയൊക്കെ ഉണ്ട് വയസ്സ്. ഒരു പോളും പിന്നെ സിവിക്ക് പിന്നെ മറ്റേ മോനെ ഒരു BM. ഇത്ര വണ്ടിയെ ബ്രോക്കില്ല ഗൈസ്. പിന്നെ വേറെ കുറേ വണ്ടികളൊക്കെ ഉണ്ട് ഗൈസ്. എനിക്ക് ഇപ്പോൾ നല്ല ഇഷ്ടമായിട്ട് ഗൈസ്. ഒരു ചെറിയ കുഞ്ഞു വണ്ടിയായാലും സീക്ക് അടിപൊളിയാണ്. എന്നാലും ഒരു ഗിഫ്റ്റ് ഇതാണ് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നത് ഗൈസ്. അപ്പോൾ ഏതായാലും വണ്ടി കയറിയിട്ടുണ്ട്. മോനെ ഞാൻ വേറെ രീതി നമ്മൾ സേവിക്ക് എടുക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഫ്രീ ആയിട്ട് സേവിക്ക് കിട്ടുമെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. സത്യത്തിൽ നമ്മൾ പർച്ചേസ് ചെയ്തതന്നെ ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയേക്കാണ് ഗൈസ്. അപ്പം നിങ്ങളെ ബർത്ത്ഡേക്കൊക്കെ എന്ത് ഗിഫ്റ്റാണ് കിട്ടുന്നതെന്ന് കമൻറ്റ് ചെയ്തിട്ട് ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് റിയലായിട്ടൊന്നും കിട്ടിയില്ലെങ്കിലും ഗെയിമിന് കിട്ടേണ്ടിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് നേരെ ഈ വണ്ടി കൊണ്ട് പോകണം. എങ്ങോട്ടാന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും പ്രതീക്ഷ നമ്മൾ ഈ വണ്ടി കൊണ്ട് വീട്ടിലേക്കാണെന്നായിരിക്കും. ഇങ്ങോട്ട് നമ്മൾ ഈ വണ്ടി കൊണ്ട് പോകണം എങ്ങോട്ടാന്ന് ചോദിച്ചാൽ ചെറിയൊരു വർക്ക് ചെയ്യാം. ചെറിയൊരു വർക്കല്ല, ഈ ഒരു വണ്ടി ഈ രൂപത്തിൽ കൊണ്ടുനടക്കാൻ എനിക്ക് ആഗ്രഹമില്ല ഗൈസ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടി കിട്ടില്ലാനായിട്ട് തന്നെ പണിയാനാണ്
ഞാൻ വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയില്ലേ വർക്ക്ഷോപ്പാണ് ഇവിടെ അല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി നേരെ അതിൻ്റെ ഉള്ളിൽ കയറ്റാം. എന്നിട്ട് നമ്മളൊരു റൂമിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷം വണ്ടി റിലീസ് ചെയ്യുന്ന വന്ന് എല്ലാ റൂമേഴ്സിനും കൂട്ടിയാണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു വണ്ടി റിലീസ് ചെയ്യുക. ഏതായാലും ഈ ഒരു വണ്ടി നമുക്കിവിടെ സേഫായിട്ട് വെച്ചാണ്ട് നമ്മളെ മച്ചാൻ്റെ അടുത്ത് പോകണം റിലീസ്. അപ്പം മച്ചാനോട് കാര്യം പറയണം, ഒരു വണ്ടി ഇവിടെ വർക്കിന് വന്നിട്ടുണ്ട് എന്ന് പറയണം കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഏതായാലും വണ്ടി ഈ ഒരു സൈഡിലാക്കി വെക്കാം. അവിടെ സെയിൽ ചെറിയ ഷോറൂമാണ് കേട്ടോ. ഷോറൂം എന്ന് പറയും, വർക്ക് ഗാരേജ് എന്ന് പറയും. കാരണം വർക്ക് ചെയ്ത് ചില വണ്ടികളൊക്കെ വരുന്ന ഇങ്ങനെ ഫ്രീ സെയിലുണ്ടല്ലോ ഗൈസ്. അപ്പം ഇവിടെ ഒരു വണ്ടിയൊക്കെ GTY ഇവിടെ കൊണ്ട് വെച്ചു കേട്ടോ ഗൈസ്. അപ്പം ഇവിടെ അത്യാവശ്യം വർക്കിനുള്ള വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഏറ്റവും GTI അവിടെ ചുമ്മാ വാട്ടോ ഗൈസ്, കിടില്ല വണ്ടി. പിന്നെ ഒരു സിവിക്ക് അത് പൊള്ളിക്കും മോനെ ഗൈസ്, പൊള്ളിക്കും പറഞ്ഞാൽ പൊള്ളിക്കും. പിന്നെ 2 BMW ഉണ്ട് ഗൈസ് പണിക്കാൻ മോനെ. നമ്മളെ സിവിക്ക് ഇനി പണി തീർക്കുമ്പോൾ ഒരു കിടിലം വീഡിയോ ആയിട്ട് ആയിക്കോട്ടെ ഗൈസ് നമ്മൾ വരിക. പിന്നെ അതൊരു എൻഡവറാണ് തോന്നുന്നുണ്ട് ഗൈസ്. അത് വണ്ടിയൊന്നും മനസ്സിലായില്ല, എനിക്ക് തോന്നുന്നു പുതിയ അപ്ഡേറ്റ് വന്ന ആ വണ്ടിയാന്ന് തോന്നുന്നുണ്ട്. കണ്ടിട്ട് ഒരു എൻഡവറിൻ്റെ ഒക്കെ ലുക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ പുത്തൻ എൻഡവറിൻ്റെ ഒക്കെ ലുക്ക് ഇല്ലല്ലോ ഗൈസ്. നിങ്ങൾ കമൻറ്റ് ഗൈസ്, ഈ വണ്ടീനെ ലുക്കില്ലേ. പുറത്ത് നമ്മളൊരു ഡോർജിൻ്റെ ഡ്രാമ കിടക്കുന്നുണ്ട്, അതൊക്കെ നമുക്ക് പോയി നോക്കണം ഗൈസ്. മോനെ കാർ സർവീസോ, ഇവിടെ സർവീസും കൊടുക്കണ്ടേ ഗൈസ്. ആ സർവീസിനല്ല നമ്മൾ വന്നേ. ഞാൻ എന്ത് പൊട്ടാനാ, നമുക്ക് ഇതിനുള്ളിലേക്ക് കയറാൻ കഴിയൂല. ഇതിനുള്ളിൽ എന്താ ഗൈസ്, കാലല്ലേ. നമുക്ക് നോക്കാൻ വേണ്ട. മച്ചാനെ ഇവിടെ കണ്ടില്ല, ഇത് പറയാൻ വേണ്ടി. സംഭവം ഈ വണ്ടി നമ്മൾ ഇവിടെ വെറുതെ വെച്ച് പോകാൻ പറ്റൂലല്ലോ, ആരെങ്കിലും ഒന്ന് അറിയിക്കണ്ടേ. അപ്പോൾ ആരും ഇവിടെ കാണില്ലല്ലോ ഗൈസ്, എന്ത് ചെയ്യാനാ. എത്ര നേരം കാത്തുന്നുണ്ട്, ഇവിടെ ആരും കാണില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഏതെങ്കിലും നമ്പർ ഉണ്ട് നോക്കാം, എന്നിട്ട് കോൾ ചെയ്യാണ്ട് ഗൈസ്. അപ്പോൾ പുറത്തെ നമ്പർ ഉണ്ട്, നമുക്ക് അതിലേക്ക് നമുക്ക് കോൾ ചെയ്ത് നോക്കാം. ഹലോ മച്ചാനെ, നമ്മളെ സിവിക്ക് നിങ്ങളെ ഷെഡ് കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു വർക്ക് എന്ന് പറയാൻ പറ്റൂല, വണ്ടി പണിത് കിട്ടുമ്പം ഇത് നല്ല കിടില ലുക്കിൽ തന്നെ ആണ്. പുള്ളി മച്ചാണ്, ഞങ്ങൾ വണ്ടിയൊക്കെ പണിയുമ്പോൾ അത് കിടിലനായിട്ട് തന്നെ പണിയുള്ളൂ, അത് അത്രക്കുള്ളൂ. അപ്പോൾ വണ്ടി കിട്ടുമ്പോൾ അടിപൊളിയായിട്ട് ഞാൻ പണി കിട്ടും. എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റാണ്, അതിൻ്റെ രൂപത്തിൽ പണിയണം. പിന്നല്ലാതെ. അപ്പോൾ മച്ചാൻ വണ്ടി അവിടെ കൊണ്ടുപോയിട്ടുന്നല്ലോ. വണ്ടിയൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ടിരുന്നു. അപ്പം വണ്ടീൻ്റെ വർക്കൊക്കെ എങ്ങനെ, പ്രൈസൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് പറയാം. ഇപ്പോൾ വണ്ടി അവിടെ അല്ലേ, ഞങ്ങളങ്ങോട്ട് വരും, വർക്കൗട്ട് ചെയ്യും, അത്രേ ഉള്ളൂ. ഓക്കെ മച്ചോ, അപ്പോൾ ഓക്കെ. ഇപ്പോൾ ഗൈസ് നമ്മൾ കോളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ നല്ല കമ്പനിയാണ് കേട്ടോ ഗൈസ്. നമ്മളിവിടെ ഓഫീസ് പുറത്ത് കയറിയാണ് കേട്ടോ ഗൈസ്. സർവീസ് മാർക്കറ്റ്. ഇവിടെ വണ്ടി സെയിലിനുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി സിവിക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോവാണ്, നമ്മളെ വീട്ടിൽ പോവാണ്. വീട്ടിൽ പോവാണെന്ന് ചോദിച്ചാൽ അപ്പാർട്ട്മെൻറ്റിൽ സ്വന്തമായിട്ട് വീടൊന്നും ഇല്ല ഗൈസ്. ഇത് ചെയ്യാനാണ് ഗൈസ്. നോ മണി എന്ത് ചെയ്യാം. നമുക്കൊരു 5 ലാഖൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം ഒരു വീട് സെറ്റ് ചെയ്യാൻ. അപ്പം ഇനി നമ്മളെങ്ങനെ പോവാം, ഇങ്ങോട്ട് വരുമ്പോൾ കാറൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പം നമുക്ക് കാറുള്ളൂ, വീടില്ല. അപ്പം അപ്പാർട്ട്മെൻറ്റ് ആകുമ്പോൾ നമ്മളെ ഫ്രണ്ടിൻ്റെ അപ്പാർട്ട്മെൻറ്റാണ്, അപ്പോൾ അതിൽ നിന്ന് കിട്ടിയാണ് ഗൈസ്. അപ്പോൾ ഇവിടെ കുറച്ച് കാർസും ഉണ്ട്. അപ്പോൾ നമുക്ക് സൂപ്പർ പോരുന്നുണ്ട്. മച്ചാനെ ലിഫ്റ്റ് തരും, പോട്ടെ അപ്പോൾ ഇവിടെയൊക്കെ കേൾക്കാൻ പറ്റിയല്ലേ. മച്ചാനെ സിറ്റി 1 ഒരു ലിഫ്റ്റ് തരുമോ? സിറ്റി 1 ഡെസാർട്ടിക്കാണ് ലിഫ്റ്റ് തരുമോ? അതിനെന്താ മച്ചാനെ, വണ്ടി കയറിക്കോ. ഓക്കെ മച്ചാൻ പോയോ? ഞാൻ പോയി പണി നോക്ക്. നല്ലത് തന്നെ, ഇത് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഫ്രണ്ട് വിളിച്ചതന്നെ, നമ്മളെ സുബാർ കൊടുത്ത് ഇതിലങ്ങനെ പോകേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും മച്ചാനെ വരാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് അപ്പം പോവാം. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ പോവാണ്. അപ്പോൾ വണ്ടി ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഉണ്ട് ഗൈസ്. അപ്പോൾ അതാണ് നമ്മളെ വണ്ടി കൊണ്ട് വന്നത്. അപ്പം ബ്രോക്ക് വേറൊരു വണ്ടി വർക്കിന് വെച്ചാണ്ടാണ്
വിളിച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ പോരാൻ വണ്ടി ഇല്ലാത്തതുകൊണ്ട് എൻ്റെ സുബാറോ എടുത്ത് പോയതാണ് ഗൈസ്. അപ്പം അതുകൊണ്ട് തന്നെ കേട്ടു ഗൈസ്. അപ്പം എൻ്റെ ഭീമെടുത്ത് തന്നെ പോയി അത്യാവശ്യമായിട്ട് ഒരു വീട്ട് വരെ പോകാനായിരുന്നു ഗൈസ്. എന്തായാലും ബ്രോൻ്റെ വണ്ടി ഇവിടുന്ന് വർക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പം ബ്രോക്ക് ഇവിടെയാണ് വർക്കില്ലേ. അപ്പം നമുക്ക് നേരെ പോവാണ് ഗൈസ് നമ്മൾ വീട്ടിലേക്ക്. ഈ വണ്ടീനെ സൗണ്ട് വണ്ടിയാണ് ആക്സിഡൻ്റ് ആയിരുന്നു അപ്പോൾ ഗൈസ്. അങ്ങനെ നമ്മൾ വണ്ടി റിപ്പയർ ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ വണ്ടിയുടെ സൗണ്ടാണ് കേട്ടോ ഗൈസ് ഇത്. എനിക്ക് ഈ നോർമൽ സൗണ്ട് നല്ല രീതിക്ക് ഇഷ്ടമാണ് ഗൈസ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സൗണ്ടിലേക്ക് ഇട്ടേ. മറ്റേ നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. മോനെ ഏതായാലും നമുക്ക് ബീച്ചൊക്കെ നിർത്തി നേരെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാനാണ് കേട്ടോ ഗൈസ്. അപ്പം നമ്മളെ വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ആ ബ്രോ വിളിക്കുന്നതായിരിക്കും. എന്നൊക്കെ വിളിച്ചുകൊണ്ട് നമുക്ക് ബീച്ചൊന്ന് സെറ്റ് ആയി ഗൈസ്. വണ്ടി ഇതിൻ്റെ ഉള്ളിൽ പോകണം. അങ്ങനെ കളിക്കാനൊരു ഏതായാലും പിന്നെ നമ്മൾ പഠിപ്പിച്ച് വേണം എല്ലാവർക്കും ഒരു ആക്റ്റീവായിട്ട് ബുക്ക് ചെയ്തിട്ട് പോകുന്നത്. അപ്പം അങ്ങനെ സെറ്റിപ്പിക്കണം. അപ്പം ഇവിടെ എല്ലാവരും വിഷയം. അപ്പം ഡേറ്റ് മറക്കണ്ട. എൻ്റെ വിളിക്കാൻ 18 നമ്മളെ ഡേറ്റ് വെച്ചിട്ടുണ്ട്. എന്ത് വിളിക്കുന്ന സങ്കടം തോന്നിച്ചിട്ട് പറയുന്നത്. അതൊരു ഇഷ്ടമുള്ള വീഡിയോ അപ്ലോഡ് കാണാൻ പറ്റും.